What the hell? Seriously, this is one of the most insane stories I have ever heard. 1986-ൽ രണ്ട് സഹോദരികൾ അവരുടെ വീട്ടിന്റെ ചുമരിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു. ആ സൗണ്ട് ആദ്യം അവർ വിചാരിച്ചത് അവരുടെ മരിച്ചുപോയ അമ്മ അവരോട് സംസാരിക്കാനും കണക്ട് ചെയ്യാനും ശ്രമിക്കുന്നത് എന്നാണ്. പക്ഷെ ഇത് അവരെ കൊണ്ട് എത്തിക്കുന്നത് ഒരു വലിയൊരു പ്ലോട്ട് ട്വിസ്റ്റിലോട്ടാണ്. ഇതൊരു ടിപ്പിക്കൽ പ്രേതകഥ പോലെയൊക്കെ തോന്നും. പക്ഷേ ട്രസ്റ്റ് മീ, the first time I heard this story, my jaw was on the floor. So I would recommend you to stay till the end, okay? And tell me if you could predict this plot twist. Because seriously, I couldn't. So, till lag adipikkunnilla, welcome to my channel Bloomore 4, where we share real life events like these as stories. Let's dive in. 1986-ൽ മാസച്യൂസെറ്റ്സിലെ പെപ്രൽ എന്ന് പറയുന്ന ടൗണിൽ ഫ്രാങ്ക് ബോവനും മക്കളായ ടീനയും കാരനും അവരുടെ ലൈഫിലെ ഏറ്റവും ദുഃഖകരമായ ഒരു ഇവന്റിൽ കൂടെ കടന്നു പോവുകയായിരുന്നു. അവരുടെ അമ്മ ജാനറ്റ് ബോവൻ ക്യാൻസർ ബാധിച്ച് മരിച്ചിട്ട് അധികം കാലമൊന്നും ആയിരുന്നില്ല. സോ ഫിനാൻഷ്യലിയും ഇമോഷണലിയും ഇവര് വളരെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുകയായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് ഈ അമ്മ ജാനറ്റിന്റെ വരുമാനം ഇവർക്ക് വലിയ ഒരു അഡിഷൻ ആയിരുന്നു. അവര് മരിച്ചതോടുകൂടി ആ ഒരു ഇതങ്ങ് പോയി. ഫ്രാങ്കിന് സ്വന്തം മക്കളോട് ഇരുന്നൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാനോ അവരോട് ഇരുന്ന് ആ ദുഃഖം പങ്കിടാനോ പോലും ടൈമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ ഫിനാൻഷ്യൽ ബർഡൻ കാരണം ഒന്നും രണ്ടും മൂന്നും ജോലികളൊക്കെ അയാൾ ചെയ്യേണ്ടി വന്നു കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്. ആ വലിയ വീട്ടില് ആ കുട്ടികളെ അക്കമ്പനി ചെയ്യണം, അവരോടൊത്തേക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ അയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഈ കുട്ടികൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. ആ ഐസൊലേഷനിൽ നിന്നും സങ്കടത്തിൽ നിന്നൊക്കെ പുറത്തു വരാൻ വേണ്ടി ആയിരിക്കണം ഈ മൂത്ത കുട്ടി ടീന ഒരു പയ്യൻ വന്ന് ഡേറ്റിനെ വിളിച്ചപ്പോൾ ജസ്റ്റ് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഡേറ്റിനേക്ക് പോയത്. ബട്ട് ഷീ ഫെൽറ്റ് സംതിങ് വാസ് ഓഫ്. അവളുടെ മനസ്സൊരിടത്തും ഇങ്ങനെ ഉറച്ചു നിൽക്കാത്ത പോലെ അവൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ഡേറ്റ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അവൾക്ക് ആക്ച്വലി ഒരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, അവളുടെ അമ്മേനോട് ഒരു പ്രാവശ്യവും കൂടെ സംസാരിക്കണം. അറ്റ്ലീസ്റ്റ് അമ്മേനെ ഒന്ന് ആ പ്രസൻസ് എങ്കിലും ഒന്ന് ഫീൽ ചെയ്യണം. സോ അങ്ങനെ ഒരു ദിവസം ഈ കുട്ടികൾ ആസ് യൂഷ്വൽ ഒറ്റയ്ക്ക് അവരിങ്ങനെ പരസ്പരം ഹാങ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫ്രാങ്കിന് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് താമസിച്ചായിരിക്കും അയാൾ തിരിച്ചു വരിക. സോ ഈ കുട്ടികൾ പല പല കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങി. അവരുടെ അമ്മയുടെ കാര്യവും അമ്മേനെ എങ്ങനെ മിസ് ചെയ്യുന്നു അങ്ങനത്തെ കാര്യമൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പറഞ്ഞ് അവർക്ക് ഒരു എയിമേ ഉള്ളൂ, അവരുടെ അമ്മേനോട് ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് സംസാരിക്കണം. സംസാരിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അമ്മയുടെ പ്രസൻസ് എങ്കിലും ഒന്ന് ഫീൽ ചെയ്യണം. അതിനായിട്ട് ഈ കുട്ടികൾ നല്ലൊരു വഴി കണ്ടുപിടിച്ചു, ഓജ ബോർഡ്. സോ ഫോർ ദോസ് ഹു ആർ ലിവിങ് അണ്ടർ റോക്ക്, ഓജ ബോർഡ് എന്ന് പറയുന്നത് ഈ സ്പിരിറ്റ്സും എൻറ്റിറ്റീസും ആയിട്ടൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു മീഡിയമാണ്. സോ ഈ ഓജ ബോർഡിൽ കുറേ നമ്പേഴ്സും ലെറ്റേഴ്സും ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ആൻഡ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു സാധനം ഉണ്ടാവും, പ്ലാച്ചറ്റോ എന്ന് പറയുന്നത്. സോ ഈ സ്പിരിറ്റ്സ് അടുത്തേക്ക് വരുമ്പോൾ അവർ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ പ്ലാച്ചറ്റോ തന്നെ മൂവ് ചെയ്യും, സോ ആസ് ടു ഗീവ് ദ സിഗ്നൽ. സോ ഈ കുട്ടികൾ ഓജ ബോർഡ് വെച്ച് തൻ്റെ അമ്മയുമായിട്ട് കണക്ട് ചെയ്യാൻ തീരുമാനിച്ചു. സക്സസ് ആകുമോ എന്നൊന്നും അവർക്ക് അറിയുന്നുണ്ടായില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ദേ തോട്ട് ദേ ഷുഡ് ഗീവ് ഇറ്റ് എ ചാൻസ്. വാട്ട് ഇഫ് അവരുടെ അമ്മയുമായിട്ട് ലൈക്ക് കണക്ട് ചെയ്യാനുള്ള മേ ബി ലാസ്റ്റ് ചാൻസ് ആയിരിക്കും ഇത്. അവര് വീട്ടിന്റെ ബേസ്മെന്റിലോട്ട് പോയി. അവിടെ ഈ അമ്മയുടെ ഫോട്ടോയും കുറെ മെഴുകുതിരിയും ഓജ ബോർഡും ഒക്കെ വിളിച്ച് അമ്മയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. ലൈക്ക്, അമ്മ നിങ്ങൾ ഇവിടെ ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൈൻ തരൂ, പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കൂ, അങ്ങനെ എന്തൊക്കെ കുട്ടികൾ ഈ വായുവിനോട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ 10, 20, 30 മിനിറ്റ് ഒന്നും കഴിഞ്ഞിട്ടും യാതൊരു റെസ്പോൺസോ ഒന്നും ഉണ്ടായില്ല. പ്ലാച്ചറ്റോ നീങ്ങിയേ ഒന്നും ചെയ്തില്ല. ലാസ്റ്റ് ഒന്നും നടക്കാതായപ്പോൾ അവരാ ശ്രമം ഉപേക്ഷിച്ചു. അമ്മയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഈ കുട്ടികൾ മേളില് റൂമിലേക്ക് ഉറങ്ങാൻ പോയി. സോ അവർ ബേസിക്കലി ഇങ്ങനെ കണ്ണടച്ച് ഉറങ്ങാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാതി രാത്രിയായി കാണും. ടീന പെട്ടെന്ന് എന്തോ സൗണ്ട് കേട്ട് ഞെട്ടി ഉണർന്നു.
അവളുടെ ഈ കട്ടിലിന്റെ പിറകിലുള്ള ഭിത്തിന്ന് എന്തൊരു കൊട്ടുന്ന സൗണ്ട് പോലെ, ആരോ ഇങ്ങനെ കൊട്ടുന്ന പോലെ. അവൾ ഒരുമാതിരി പേടിച്ച് മരവിച്ചു പോയി. അടുത്ത് കിടക്കുന്ന കാരനെ നോക്കിയപ്പം അവളും ഇങ്ങനെ ഞെട്ടിയിട്ട് നീയും ഈ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ള രീതി നോക്കുന്നു. അപ്പൊ ടീന വിചാരിച്ചു ഓക്കെ, ഞാൻ സ്വപ്നമൊന്നും കാണുന്നില്ല, ശരിക്കും സൗണ്ട് എവിടെന്നോ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ടീനയ്ക്ക് എന്തോ സ്ട്രൈക്ക് ചെയ്തു പോലെ തോന്നി. ഇനിയിപ്പം ഓജ ബോർഡില് നമ്മളെ വിളിച്ച അമ്മ നമുക്ക് എന്തെങ്കിലും സൈൻ തരുന്നതാണോ? രണ്ട് കുട്ടികളും ഫുൾ എക്സൈറ്റഡ് ആയി. അവര് ഉറച്ചുറച്ച് ചോദിക്കാൻ തുടങ്ങി, അമ്മേ ഇത് നിങ്ങൾ തന്നെയാണോ, എന്തെങ്കിലും ഒരു സൈൻ തരൂ എന്നൊക്കെ പറഞ്ഞു. ഇവര് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും എവിടെ നിന്നൊക്കെയോ കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടികൾക്ക് മനസ്സിലായി ഓക്കെ ഇത് അമ്മ തന്നെയാണ്, കാരണം ചോദ്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓരോ തവണ ചോദ്യം ചോദിക്കുമ്പോഴും വളരെ കൃത്യമായിട്ട് ആ ചോദ്യത്തിനുള്ള മറുപടി എന്നോണമാണ് ഈ കുട്ടികൾ വരുന്നുണ്ടായിരുന്നത്. അമ്മയുടെ ശവസംസ്കാര ചടങ്ങിനൊക്കെ ശേഷം ആദ്യമായിട്ടാണ് ഈ കുട്ടികൾ അമ്മയുടെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നത്. അവരുടെ മരിച്ചുപോയ അമ്മ അവരോട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നെന്ന് വിചാരിച്ച് ഈ കുട്ടികൾ ഒരുപാട് നേരം ഈ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഈ അച്ഛൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ കുട്ടികള് ഉറങ്ങാതെ കിച്ചണിൽ തന്നെ നിൽക്കുകയാണ്. അയാൾ ഭയങ്കര സ്ട്രെസ്സൊക്കെ അടിച്ച് ക്ഷീണിച്ചാണ് വന്നു കയറിയത്. ഇയാള് വന്നു കയറിയപ്പോ തന്നെ ഈ കുട്ടികൾ ഫുൾ എക്സൈറ്റ്മെന്റിൽ പറഞ്ഞു, അച്ഛ അമ്മ ഇവിടെ തന്നെ ഉണ്ട്, നമ്മൾ അമ്മേനോട് സംസാരിച്ചു, നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അമ്മ ഇങ്ങനെ പലതരത്തിലും കൊട്ടൊക്കെ കൊണ്ട് ഉത്തരവൊക്കെ തന്നു, അമ്മ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ ഈ കുട്ടികള് ഇയാളോട് പറയാൻ തുടങ്ങി. ഇനി ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്ക്, വൈഫ് ഓൾറെഡി മരിച്ചു, അതിന് നല്ല സങ്കടമുണ്ട് ഇയാൾക്ക്. പക്ഷെ ഈ കുട്ടികളെ പറ്റി ആലോചിക്കുമ്പോ അയാൾക്ക് കുറെ കൂടെ സങ്കടമാവും. കാരണം സ്വന്തം അമ്മ നഷ്ടപ്പെട്ടു, അച്ഛനും അധികം ടൈമൊന്നും ഈ കുട്ടികളോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾക്ക് ശബ്ദമൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഫോർ ഹിം ഇത് ലൈക്ക് എന്താ പറയുക, ഒരു ഗ്രീഫ് പോലെയായിരുന്നു. ഈ കുട്ടികൾ തന്റെ അമ്മ മരിച്ചത് കോപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇയാൾക്ക് തോന്നിയത്. മേ ബി ഈ ശബ്ദങ്ങളൊക്കെ അവര് തന്നെ ഉണ്ടാക്കിയതായിരിക്കും എന്ന് അയാള് വിചാരിച്ചു. ഇയാൾ ഈ കുട്ടികളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ അമ്മ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട, ഇപ്പൊ തൽക്കാലം പോയി കിടക്കും എന്ന്. അങ്ങനെയെങ്കിലും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അച്ഛനാവാൻ പറ്റും എന്ന് അയാൾ വിചാരിച്ചു. കാരണം ഓൾറെഡി അയാൾക്ക് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല. കുറച്ച് ദിവസത്തേക്ക് ആ വീട് സംവാട്ട് ശാന്തമായിരുന്നു. ഇടവിട്ടിടവിട്ട് ഈ കൊട്ടുന്ന ശബ്ദം ഈ കുട്ടികൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇവരുടെ അമ്മ ഇവരെ നോക്കുന്നതാണെന്ന്, ഇവര് പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കുന്നതാണെന്ന് ഈ കുട്ടികൾ വിചാരിച്ചു. പക്ഷേ പതുക്കെ പതുക്കെ ഈ ഒരു അന്തരീക്ഷം മാറി തുടങ്ങി. ലൈക്ക് അവര് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ചെയറൊക്കെ മാറിക്കിടക്കും, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്പ്ലേസ് ആകും, രാത്രി TV തന്നെ ഓൺ ആവും, ചാനൽ തന്നെ ചേഞ്ച് ആവും, അങ്ങനെ പലതും നടക്കാൻ തുടങ്ങി. ലിറ്ററലി ഒരു ദിവസം ഇവര് വീട്ടിൽ വന്ന ടൈമില് അവരുടെ അമ്മയുടെ ജ്വല്ലറീസ്, അത് അവര് ലോക്കറിൽ പൂട്ടി വെച്ചിരുന്ന ജ്വല്ലറീസ് ആണ്, അത് ഈ വീട് മൊത്തം ഇങ്ങനെ വെതറിയിട്ടിരിക്കുന്നു. ഈ ഒരു പോയിന്റിൽ സിറ്റുവേഷൻ അത്ര ശരിയല്ല എന്ന് ഈ കുട്ടിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. സോ ഈ കുട്ടികൾ ചെന്ന് ഇവരുടെ അച്ഛൻ ഫ്രാങ്കിനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ വലിയ കാര്യമാക്കിയില്ല ഇത്. അമ്മ മരിച്ചതിന്റെ സങ്കടത്തിൽ ഈ കുട്ടികളാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്നാണ് അയാള് വിശ്വസിച്ചത്. അപ്പൊ ഈ മാറ്റിവെച്ച കസേരയും ഈ ജ്വല്ലറിയും ഒക്കെ കാണുമ്പോൾ ഇയാൾക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരാൻ തുടങ്ങി. ലാസ്റ്റ് ഇയാൾ ഈ കുട്ടികളെ വിളിച്ചു പറഞ്ഞു, ഇനിയും ഇതുപോലത്തെ പരിപാടികളൊക്കെ കാണിക്കുകയാണെങ്കിൽ ഗ്രീഫ് കൗൺസിലിങ്ങിന് കൊണ്ടാക്കും, കാരണം ഇത് നോർമൽ അല്ല. കാരണം ഇയാൾ വിചാരിച്ചിരിക്കുന്നത് ഈ കുട്ടികൾ ഇമോഷണലി ഡൗൺ ആയതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. മേ ബി ഒരു ഗ്രീഫ് കൗൺസിൽ ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കാം. മേ ബി ഈ ഒറ്റപ്പെടലിൽ നിന്നും ഈ ഹാലൂസിനേഷൻസ് നിന്നും ഒക്കെ ഈ കുട്ടികൾ രക്ഷപ്പെടും എന്ന് അയാൾ വിചാരിച്ചു. പക്ഷേ കുട്ടികളുടെ സ്റ്റേറ്റ് വേറെയാണ്. ആകെയുള്ള അച്ഛനും കൂടി ഈ കുട്ടികളെ വിശ്വസിക്കാതിരുന്നപ്പോൾ ഈ കുട്ടികൾ ശരിക്കും ഹെൽപ്ലെസ് ആയി. അങ്ങനെ ഒരു ദിവസം ആസ് യൂഷ്വൽ ഈ കുട്ടികൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ബേസ്മെന്റിൽ നിന്ന് കുട്ടുന്നതിന്റെ ശബ്ദം കേട്ടു. അച്ഛനോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതുകൊണ്ട് ഈ കുട്ടികൾ തന്നെ പോയി ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. നല്ല പേടിയുണ്ട്, പക്ഷേ നിവർത്തിയില്ല. കാരണം ഈ കുട്ടികളെ വേറെ ആരും വിശ്വസിക്കില്ല.
മേ ബി അവിടെ നിന്ന് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയാൽ ഈ കുട്ടികളുടെ അച്ഛനെയും കൺവിൻസ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ രണ്ട് കുട്ടികളും കൂടെ ഈ ബേസ്മെന്റിന്റെ പടി പതുക്കെ ഇറങ്ങി താഴേക്ക് പോയി. അപ്പോൾ ഈ ബേസ്മെന്റ് വലിയ ബേസ്മെന്റ് ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. ആകെ കുറച്ച് ഫർണിച്ചേഴ്സും പിന്നെ ഒരു വാഷിംഗ് മെഷീൻ, അങ്ങനെ കുറച്ച് ബേസിക് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അവര് ബേസ്മെന്റിൽ പതുക്കെ ഇറങ്ങി താഴോട്ട് നോക്കിയപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. അപ്പോൾ ഈ കുട്ടികൾ ഓക്കെ തിരിച്ച് മേളിലേക്ക് കയറാമെന്ന് തീരുമാനിച്ചു. ഈ സ്റ്റേജിന്റെ മേളിലേക്ക് കയറുമ്പോൾ ഈ സ്റ്റേജിന്റെ രണ്ട് സൈഡിലും ചുമരുണ്ട്. ഇവര് വാതിലിന്റെ അടുത്ത് വരെ എത്താറായി. അപ്പോൾ ഈ രണ്ട് സൈഡിലും ചുമരുണ്ടല്ലോ, അതിലൊരു ചുമരിൽ എഴുതിയിരിക്കുന്നു കം ഫൈൻഡ് മീ, ഐ ആം ഇൻ യുവർ ക്ലോസറ്റ് എന്ന്. ഈ കുട്ടികൾ ശരിക്കും പേടിച്ചു പോയി. അതെന്തോ ഒരു രക്തം പോലത്തെ കളറിലാണ് എഴുതിയിരുന്നത്. ഈ കുട്ടികൾ ഫുൾ പാനിക് മോഡായി. അവര് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അവരുടെ ഒരു നൈബറിന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ അയാൾ ഉടനെ ഫ്രാങ്കിനെ വിളിച്ച് കാര്യം പറഞ്ഞു. പക്ഷെ ഫ്രാങ്കിന് ആക്ച്വലി ദേഷ്യമാണ് വന്നത്. കാരണം അയാളുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ കുട്ടികൾ ആ ലൈൻ ക്രോസ് ചെയ്തു. പിന്നെ ബേസ്മെന്റിൽ പോയി ആ എഴുതിയിരിക്കുന്നത് കൂടെ കണ്ടപ്പോൾ അയാൾക്ക് ഒരുപാട് ദേഷ്യമായി. കാരണം അത് എന്തോ കെച്ചപ്പ് കൊണ്ടാണ് എഴുതിയിരുന്നത്, രക്തമൊന്നുമല്ല. അങ്ങനെ ഇയാൾ ഈ കുട്ടികളോട് ഉറപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഗ്രീഫ് കൗൺസിലിങ്ങിന് പോകുന്നു. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞു. ഈ കുട്ടികള് ഗ്രീഫ് കൗൺസിലിങ്ങിനൊക്കെ പോകാൻ തുടങ്ങി. സർപ്രൈസിംഗ്ലി അവര് ഗ്രീഫ് കൗൺസിലിങ്ങിന് പോകാൻ തുടങ്ങിയപ്പോൾ ഈ അൺനാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിന്നു. ഫ്രാങ്ക് വാസ് കൈൻഡ് ഓഫ് റിലീവ്. കാരണം ഫോർ ഹിം അറ്റ്ലീസ്റ്റ് ഈ കുട്ടികൾ ട്രൈ ചെയ്യുന്നുണ്ട് മൂവ് ഓൺ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1986 ഡിസംബർ 1 ഫ്രാങ്കും മക്കളും പുറത്തൊരു ഔട്ടിങ്ങിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നതാണ്. വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ ഇവരുടെ സ്വന്തം വീടാണോ എന്ന് അവർക്ക് ഡൗട്ട് ആവാൻ തുടങ്ങി. വീട്ടിലെ ഫുൾ ലൈറ്റ് ഓൺ ആണ്. റേഡിയോ, TV ഇതെല്ലാം ഫുൾ ഓളേറ്റ് ഓൺ ആക്കിയിട്ടിരിക്കുന്നു. അത് മാത്രല്ല ചപ്പും ചവറും ഒക്കെ വീട്ടിൽ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. ഈ ഫർണിച്ചേഴ്സ് എല്ലാം മറിച്ചിട്ടിരിക്കുന്നു, അതെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്നു. ഫ്രാങ്ക് ഒരു സെക്കൻഡ് ഒന്ന് ഞെട്ടി. ഇത്രയും നാൾ ഇയാൾ വിചാരിച്ചിരുന്നത് ഈ കുട്ടികളാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷെ ഇയാൾ ഇപ്പൊ ഔട്ടിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നതല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ കുട്ടികൾ ചെയ്യാൻ വഴിയില്ല. അപ്പൊ ഇത് ആരാണ് ചെയ്തത്? കുട്ടികളോട് ബാക്കിലോട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് ഇയാള് ആ വീടെല്ലാം പരിശോധിക്കാൻ ശ്രമിച്ചു. എല്ലാം അലങ്കോലമാക്കി ഇട്ടിരിക്കുന്നു. അത് മാത്രമല്ല ടോയ്ലറ്റ് പോലും ഫ്ലഷ് അടിക്കാതെ ഇട്ടിരിക്കുന്നു. അയാൾ ഇപ്പൊ നന്നായി പേടിച്ചു. വീട്ടിൽ ആരോ കേറിയിട്ടുണ്ട് എന്ന് ഇയാൾക്ക് മനസ്സിലായി. ഫ്രാങ്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് നടന്നു. ഇത് ഇയാളുടെ ഭാര്യയുടെ റൂമായിരുന്നു. എന്നിട്ട് ഇയാൾ ഡോർ തുറന്നു. അവിടെയുള്ള കാഴ്ച കണ്ട് ഇയാള് ലിറ്ററലി ഷോക്ക്ഡ് ആയിപ്പോയി. അപ്പൊ ഈ റൂമിന്റെ അങ്ങേ അറ്റത്തൊരു കബോർഡ് ഉണ്ട്. ആ കബോർഡ് തുറന്നിട്ടേക്കുന്നു. എന്നിട്ട് അതിനകത്ത് വന്നതുപോലെ ഒരാൾ അവിടെ നിൽക്കുന്നു. പക്ഷെ വിയേർഡ് പാർട്ട് ഈസ് ഇയാളൊരു ഫ്രോക്കാണ് ഇട്ടേക്കുന്നത്. ഫ്രോക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗൗൺ പോലത്തെ ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ബട്ട് അത് ഫ്രാങ്കിന്റെ മരിച്ചുപോയ ഭാര്യയുടെ ഫ്രോക്കാണ്. ഇയാളൊരു ബ്ലോണ്ട് ഹെയർ ലൈക്ക് വിഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല മയോണൈസും കെച്ചപ്പും ഒക്കെ വെച്ച് ഒരുമാതിരിയൊക്കെ മേക്കപ്പ് പോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വികൃത രൂപം, ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ഫിഗർ. അത് മാത്രല്ല ഇയാളുടെ കയ്യിൽ ഒരു കോടാലി പോലത്തെ, ഒരു കുഞ്ഞു കോടാലി പോലത്തെ സംഭവം ഉണ്ട്. ഫ്രാങ്ക് ഇത് എന്ത് റിയാക്ട് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇയാള് ഫ്രാങ്കിനോട് മക്കളെയും കൂട്ടി റൂമിനകത്തേക്ക് കയറാൻ ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ ആവശ്യപ്പെട്ടു. ഫ്രാങ്ക് ലിറ്ററലി അപ്പൊ തന്നെ കുട്ടികളോട് അങ്ങോട്ട് ഓടാൻ പറഞ്ഞു, അപ്പുറത്തെ റൂമിലോട്ട്. എന്നിട്ട് ഇയാളും പുറകെ ഓടി. ഇത് കണ്ടിട്ട് ഈ സൈക്കോ ഇയാള് ഇവരുടെ പിറകെ കൂടെ ഓടി ആ മറ്റേ റൂമിലേക്ക് എത്താൻ ശ്രമിച്ചു. അതിനുള്ളിൽ ഈ ഫ്രാങ്ക് വന്ന് കതവ് അടയ്ക്കാൻ ശ്രമിച്ചതും ഇയാള് വന്നത് ഒരേ സമയത്താണ്. അപ്പൊ അവരുടെ ഇടയിൽ ഈ കതവ് അടയ്ക്കാൻ വേണ്ടി ഒരു ഫൈറ്റ് ഉണ്ടാവാൻ തുടങ്ങി. ഫ്രാങ്കിന് ലിറ്ററലി ഇയാളെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് ആ കതവ് ഫുള്ളായിട്ട് അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഈ ടീന ലിറ്ററലി ഷീ സോ ബ്രേവ്. അവള് ഈ റൂമില് ഗ്ലാസ് ഇട്ട കുറെ വിൻഡോസ് ഉണ്ട്. ആ വിൻഡോസിൽ കൂടെ എടുത്ത് ചാടി ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന്. എന്നിട്ട് ഈ കുട്ടി ഓടി മറ്റേ നൈബറിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോഴത്തേക്കും ഇയാൾ എങ്ങോട്ടും ഓടി രക്ഷപ്പെട്ടു, ഈ സൈക്കോ. ഭാഗ്യത്തിന് ഫ്രാങ്കിനും കേരനും പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. പോലീസ് ആ ഫുൾ വീട് അരിച്ചു പറക്കി, ആരെയും കിട്ടിയില്ല. പക്ഷേ ഈ വീട്ടിന്റെ ബാക്ക് സൈഡിലുള്ള വിൻഡോ
ഓപ്പൺ ആയി കിടക്കായിരുന്നു. എന്നിട്ട് മറ്റേ ആ ഒരു ഹാച്ചറ്റില്ലേ, ആ ഒരു ആക്സ്, അതും അവിടെ തറയിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ പോലീസ് വിചാരിച്ചു മേ ബി ഇയാള് ബാക്കിലത്തെ വിൻഡോയിൽ കൂടെ പുറത്തു പോയി രക്ഷപ്പെട്ട് കാണും. സോ അവര് ടെമ്പററിലി വേറൊരു വീട്ടിലേക്ക് സ്ഥലം മാറി, ഇവിടെ അധികം സേഫ് ആണെന്ന് തോന്നാത്തതുകൊണ്ട്. അത് മാത്രമല്ല, പോലീസ് ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു കോൺസ്റ്റബിളിനെ അവിടെ നിയമിച്ചു, ഈ വീട് എപ്പോഴും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. 2 ആഴ്ച കഴിഞ്ഞു. വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ സസ്പീഷ്യസ് ആയിട്ടൊന്നും പോലീസ് കണ്ടുപിടിച്ചില്ല. മോറോവർ വീട്ടിലങ്ങനെ ആളനക്കം ഒന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ആയതുകൊണ്ടും പിന്നെ സാധനങ്ങളെല്ലാം പഴയ വീട്ടിലായതുകൊണ്ടും ഫ്രാങ്ക് ഈ വീട്ടില് തിരിച്ചു വന്നു സാധനങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ ഫ്രാങ്ക് ഈ വീട്ടിൽ വന്ന് ജസ്റ്റ് പാർക്ക് ചെയ്തതേ ഉള്ളൂ. പാർക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് അയാൾക്ക് സൈഡിൽ കൂടെ അയാളുടെ ഫസ്റ്റ് ഫ്ലോറിൽ ലൈറ്റ് കിടക്കുന്നത് പോലെ തോന്നി. അയാൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ആരോ നിഴൽ പോലെ കടന്നുപോയ പോലെ അയാൾക്ക് തോന്നി. മേ ബി അയാൾക്ക് തോന്നിയതായിരിക്കാം, പക്ഷെ ഒരു റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ച് അയാൾ പോലീസിനെ വിളിച്ചു. പോലീസ് ഫുൾ ബാക്കപ്പ് ആയിട്ടാണ് വന്നത്. അവര് വന്ന് ഈ കതവ് തുറന്നു. കതവ് തുറന്നപ്പോൾ കണ്ടത് ശരിക്കൊരു സൈക്കോ സിനിമയിലെ എന്തോ സീൻ പോലത്തെ ഒരു കാഴ്ചയാണ്. ലൈക്ക് 1000കണക്കിന് കോയിൻസ്, നമ്മുടെ സാധാ നാണയം, അത് ഈ സീലിങ്ങിൽ മൊത്തവും എന്തോ കൊണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു, 1000കണക്കിന്. അത് വെച്ചിട്ട് പല പല പാറ്റേൺസും ലൈക് ക്രിപ്റ്റിക് ആയിട്ടുള്ള മെസ്സേജസ് പോലെയൊക്കെ എന്തൊക്കെയോ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കാണുമ്പോൾ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ. അത് മാത്രമല്ല, വീട്ടിലെ എല്ലാ ഫോട്ടോസിലും ഞാൻ നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞ് ഈ കത്തി കൊണ്ട് കുത്തിയൊക്കെ വെച്ചിരിക്കുന്നു. ഫാമിലി ഫോട്ടോസൊക്കെ നശിപ്പിച്ച് വെച്ചിരിക്കുന്നു. ചുമരിലൊക്കെ ഐ ആം സ്റ്റിൽ ഹിയർ, കം ഫൈൻഡ് മീ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. മോർ ലൈക്ക് അയാൾ ചാലഞ്ച് ചെയ്യുന്ന പോലെ, പറ്റുമെങ്കിൽ എന്നെ കണ്ടുപിടിച്ച് കാണിക്ക് എന്നുള്ള രീതിയിൽ. പോലീസ് വീണ്ടും അവിടെ എല്ലാം അരിച്ചു പറക്കി. നോ എവിഡൻസ്. അവിടെ എങ്ങും ആരും വന്നിട്ടില്ല. മോറോവർ ഒരു പോലീസുകാരൻ എപ്പോഴും വീട്ടിന്റെ പുറത്ത് നിന്ന് ഈ വീടിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആരും വന്നിട്ടില്ല, അകത്ത് കേറിയിട്ടില്ല പുറത്തുനിന്ന്. പിന്നെ ഇയാളിത് എവിടെ നിന്ന് വന്നു എന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് ഈ ഫുൾ പോലീസും ഫ്രാങ്കും എല്ലാവരും. അങ്ങനെ ഇവർ ഈ വീട് ഒരു പ്രാവശ്യവും കൂടെ ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് ഇവരെല്ലാവരും ആദ്യം പോയത് ബേസ്മെന്റിലോട്ടാണ്. അപ്പോൾ ആസ് എക്സ്പെക്റ്റഡ് ബേസ്മെന്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇവർ ഒരു കാര്യം നോട്ടീസ് ചെയ്തു. ആദ്യം വാഷിംഗ് മെഷീൻ ഇരുന്ന സ്ഥലത്തായിരുന്നില്ല ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്. അപ്പോൾ അവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാഷിംഗ് മെഷീൻ്റെ അടുത്തത്തെ ഈ വാഷിംഗ് മെഷീൻ മാറ്റിയപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ബാക്കിലൊരു വലിയൊരു ഹോളെന്ന് പറയാൻ പറ്റില്ല, ഒരു ടണൽ പോലെ, ഒരു തുരങ്കം പോലെ. അതിനകത്ത് ചപ്പും ചവറുമാണ്, ഫുഡിന്റെ വേസ്റ്റ്, ഈവൻ മനുഷ്യന്റെ വേസ്റ്റ് വരെ ഉണ്ടായിരുന്നു. ഭയങ്കര സഹിക്കാൻ പറ്റാത്ത നാറ്റമായിട്ട്, ഭയങ്കര വളരെ മോശപ്പെട്ട നിലയിൽ ആണ് ആ ഒരു ഹോൾ ഉണ്ടായിരുന്നത്. ഇവരതൊക്കെ ക്ലീൻ ചെയ്ത് അകത്തേക്ക് പോയി. ഇവർ ഈ ഹോളൊക്കെ വൃത്തിയാക്കി അകത്തേക്ക് പോയി സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് മുട്ട് മടക്കി തലയൊക്കെ കുനിച്ച് ഒരു ചെറുക്കൻ, 16 വയസ്സുള്ള ഡാനിയൽ ലപ്രാൻഡെ. അന്ന് ടീന ഒരു ഡേറ്റിന് പോയി എന്തോ ഒരു വിയേർഡായി ഫീൽ ചെയ്ത് തിരിച്ചു വന്നില്ലേ, ആ ഡേറ്റിന് പോയ ആ സെയിം ചെറുക്കൻ. സോ ഇവൻ ലൈക്ക് ടീനനെ കോളിൽ കൂടെയാണ് പരിചയപ്പെടുന്നത്. ഇവൻ ഭയങ്കര അടിപൊളിയാണ്, സുന്ദരനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ടീന ആക്ച്വലി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹിം. പക്ഷേ റിയാലിറ്റിയിൽ അവൾ കണ്ടപ്പോൾ ആ പറഞ്ഞ ഒരു ആളെ ആയിരുന്നില്ല ഈ കുട്ടി. ഇവൻ ഒരുമാതിരി വൃത്തിയില്ലാത്ത ഭയങ്കര സ്മെല്ലൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കുട്ടി. മോറോവർ അവർക്ക് ഭയങ്കര ക്രീപ്പി ആയിട്ട് ഫീൽ ചെയ്തു ഇവൻ. അതുകൊണ്ടാണ് ഇവള് ഈ ഡേറ്റ് പകുതി വെച്ച് ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലോട്ട് വന്നത്. പക്ഷെ ഡാനിയലിന് അവള് റിജക്റ്റ് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്തത്. അതാണ് ഇവൻ ഒരു അവസരം നോക്കി ഇവരുടെ വീട്ടിലേക്ക് കയറിയത്. എന്നിട്ട് അവൻ ഈ ഹോള് കണ്ടുപിടിച്ച് അതിനകത്ത് കയറി ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൻ ഇങ്ങനെ ഈ ഒരു ഹോളിനകത്ത് ഇരിക്കുമ്പോഴാണ് ഈ കുട്ടികള് അമ്മേനെ കണക്ട് ചെയ്യാനെന്ന് പറഞ്ഞ് അമ്മേനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. സോ ഹി ലിറ്ററലി യൂസ്ഡ് ഇറ്റ് അഗെയിൻസ്റ്റ് ദം.
ഈ ഹോൾ എന്ന് പറഞ്ഞാല് ലിറ്ററലി ഈ വീട്ടിന്റെ ഏകദേശം എല്ലാ ഭാഗവും കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വലിയൊരു ശൃംഖല പോലെയാണ്. അപ്പോൾ ഇവന് ഈ വീട്ടിലെ പലയിടത്തും എത്താൻ പറ്റും. ഇവൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാല് ഈ വീട്ടിലെ പല പല സ്ഥലങ്ങളിൽ കുഞ്ഞു കുഞ്ഞു പീപ്പ് ഹോൾസ്, അവന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടാക്കിയിട്ടു. ബെഡ്റൂമില്, ബാത്റൂമില്. ലൈക്ക് ഹൗ ക്രീപ്പി ദിസ് ഇസ്. ഇവരമ്മയാണെന്ന് വിചാരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് ലിറ്ററലി ഒരു സൈക്കോ ക്രീപ്പി ചെറുക്കനാണെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരുമാതിരി ആവുന്നു. അന്ന് ഫസ്റ്റ് ഇൻസിഡന്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇവൻ ആക്ച്വലി വീട്ടിൽ നിന്ന് ഓടിയൊന്നും പോയിട്ടുണ്ടായില്ല. ഇവൻ ഓടി പോകുന്നത് പോലെ കാണിച്ച് തിരിച്ച് സെയിം ഹോളിൽ വന്നിരിക്കുകയാണ് ചെയ്തത്. അതാണ് പോലീസിന് ആ ടൈം ഇവനെ കണ്ടുപിടിക്കാൻ പറ്റാത്തത്. പക്ഷേ ഇയാൾ എന്തിനാണ് ഇവരുടെ അമ്മേനെ പോലെ വേഷം കെട്ടിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. മേ ബി കുട്ടികൾക്ക് അമ്മയുടെ ഗോസ്റ്റ് ആണ് എന്ന് കാണിക്കാനായിരിക്കാം, ഐ ഡോണ്ട് നോ. എനിവേസ്, ഡാനിയലിനെ ഈ ചുമരുന്ന് പുറത്തെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏറ്റവും മോശപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹീസ് ജസ്റ്റ് 16 ആൻഡ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് ഹി വാസ് സെന്റ് ടു എ ജുവനൈൽ സെന്റർ. സോ ലിറ്ററലി ഇവന്റെ അമ്മ ഇവൻ നന്നാകുമെന്ന് വിചാരിച്ച് ഇവന് ബെയിൽ വാങ്ങിക്കൊടുക്കും. ബിഗ് മിസ്റ്റേക്ക്. കാരണം ഇവൻ ഇറങ്ങിയ ഉടനെ തന്നെ പല പല വീടുകളിലേക്ക് കയറി അവിടുത്തെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കാനും അവിടുത്തെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചിടാനും, അങ്ങനെ ആൾക്കാരിലൊരു പാനിക് അല്ലെങ്കിൽ ഒരു ഫിയർഫുൾനെസ് വരുത്താനാണ് ഇവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ അത് തന്നെ വീണ്ടും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1987 ഡിസംബർ 1 ഇവൻ ബോവൻ ഫാമിലിയെ ടെററൈസ് ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ട് ഇവൻ മുന്നേ ഒരു പ്രാവശ്യം മോഷ്ടിക്കാൻ കയറിയ ഒരു വീട്ടിൽ ഇവൻ വീണ്ടും കയറി. പക്ഷേ ഇപ്രാവശ്യം അവൻ്റെ കയ്യിൽ ഒരു ഫുള്ളി ലോഡഡ് ഗണ്ണും ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടുത്തെ താമസക്കാരിയായ 33 വയസ്സുകാരി ആൻഡ് ഓൾസോ ഷി വാസ് പ്രഗ്നന്റ് പ്രിസില്ല ക്രിസ്റ്റഫോണിനെയും അവരുടെ 5 വയസ്സുകാരനായ മകൻ വില്യമിനെയും പിടിച്ചു കെട്ടി ഈ കുട്ടീനെ കബോർഡിനകത്താക്കിയിട്ട് ഇവരെ ബെഡിൽ കെട്ടി അസോൾട്ട് ചെയ്തു. എന്നിട്ട് ഇവരെ വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് ഇയാള് വെടിവെച്ചു. എന്നിട്ട് ഈ 5 വയസ്സുള്ള ഈ കുട്ടീനെ ഇയാള് ബാത്റൂമിൽ കൊണ്ടുപോയി ടബിൽ വെള്ളം നിറച്ച് അതിനകത്ത് മുക്കി. അതിനുശേഷം അവിടെ വന്ന അവരുടെ 7 വയസ്സുകാരി മകൾ അബിഗേലിനെയും ഇതുപോലെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി മുക്കി വകവരുത്തി. ബോവൻ ഫാമിലിക്ക് കൈൻഡ് ഓഫ് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു ഈ ഫാമിലിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. എനിവേസ്, എന്നിട്ട് ഇയാള് ഒളിവിലേക്ക് പോയി. 48 മണിക്കൂറിന് ശേഷം ഇയാളൊരു കുപ്പത്തൊട്ടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പോലീസ് കുപ്പത്തൊട്ടിയിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഡാനിയലിന് മാസച്യൂസെറ്റ് കോർട്ട് 3 ലൈഫ് ടേമും വിത്ത് പോസിബിലിറ്റി ഓഫ് പരോൾ ഒൺലി ആഫ്റ്റർ 45 ഇയേഴ്സ് ആണ് കൊടുത്തത്. So basically he's still in prison. So yeah, hope you like this video. As I said, this was a really insane story. I hope നിങ്ങൾക്ക് predict ചെയ്യാൻ പറ്റിക്കാണോന്ന്. If you couldn't predict, comment boxൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. So yeah, peace, bye bye.